മകരസംക്രാന്തിക്ക് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് കൈറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ അതിനെ അവന് ഉത്തരായൻ എന്നാണ് പറയുന്നത്. ആ ദിവസം, അതായത് ജാനുവരിയിലാണ് ഉത്തരായൻ ഉണ്ടാവുക. ആ സമയത്ത് ഇവർ പട്ടങ്ങൾ ഇങ്ങനെ പറത്തും. പട്ടം പറത്തിയുള്ള എല്ലാവരും ഭയങ്കര ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് വളരെ ചെയർഫുള്ളായി ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണത്. അപ്പോൾ ഇന്നത്തെ കഥ ഇതുപോലെ പട്ടം പറത്തിയ ഒരു കുട്ടിയെക്കുറിച്ചാണ്. അങ്ങനെ ഒരു ദിവസം മകരസംക്രാന്തിക്ക് ഒരു കുട്ടിക്ക് അതിൻ്റെ അച്ഛൻ ഒരു പട്ടം വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇവൻ വളരെ സന്തോഷത്തോടെ ഇവൻ്റെ കൂട്ടുകാരുമൊത്ത് ടെറസിൽ പോയി നിന്ന് പട്ടം പറത്തുകയാണ്. അപ്പോൾ പട്ടം പറത്തുമ്പോൾ ഇവൻ ഭയങ്കര നന്നായിട്ട് പട്ടം പറത്താണ് കേട്ടോ. അങ്ങനെ അവൻ്റെ പട്ടം ഉയർന്ന് മറ്റുള്ളവരെക്കാളും ഒക്കെ പൊക്കത്തിലെത്തി. അപ്പോൾ ഓരോ പ്രാവശ്യവും അവൻ ഇങ്ങനെ പതുക്കെ അതിൻ്റെ ആ ചരട് അയച്ചയച്ച് വിടുകയാണ്. അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ഇവൻ്റെ പട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവനൊരു തോന്നൽ, ഞാൻ ഇനി പതുക്കെ അങ്ങ് ചരടങ്ങ് പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ കുറച്ചും കൂടി ഉയരത്തിലെത്തും. ഈ നഗരത്തിലുള്ള സർവ്വമാന ആളുകളുടെ പട്ടത്തെക്കാളും കൂടുതൽ ഉയരത്തിൽ എൻ്റെ പട്ടമായിരിക്കും എത്തുക എന്നും പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തു? ആ പട്ടത്തിന് ചരടങ്ങ് പൊട്ടിച്ചുവിട്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പട്ടം ഇങ്ങനെ ഉയർന്നു പോയിരുന്ന പട്ടം കുറച്ചുകൂടി ഒന്ന് ഉയരത്തിലേക്ക് പോയി. അതിനുശേഷം നേരെ കൂപ്പുകുത്തി താഴേക്ക് വന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പതിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര വിഷമമായി. ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ നേരെ ഇവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ പട്ടം ഭയങ്കര നന്നായി ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉയർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചരട് പൊട്ടിച്ച് കളഞ്ഞു. പക്ഷെ അതിപ്പോൾ നേരെ താഴെ വന്ന് നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അച്ഛൻ പറഞ്ഞു, നമ്മളുടെ പട്ടത്തിൻ്റെ ചരട് എന്ന് പറയുന്നത് അതിനെ കൂടുതൽ ഉയർന്ന് പറക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ പൊട്ടിച്ച് കളയുമ്പോൾ പിന്നെ അതിന് പറക്കാനാവില്ല, അത് നേരെ താഴേക്ക് പോകും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പല ചട്ടക്കൂടുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണല്ലോ. അപ്പം നമുക്ക് പലപ്പോഴും അതൊരു കൺട്രോളിംഗ് ആയിട്ടും ഒരു അസ്വസ്ഥതയായിട്ടുമൊക്കെ പല കാര്യങ്ങളിലും തോന്നിയേക്കാം. അപ്പം നമ്മൾ വിചാരിക്കും, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പുകളിലും നമുക്ക് അത്തരം അസ്വസ്ഥതകൾ പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ പലതും പൊട്ടിച്ച് കളയുമ്പോൾ ഈ ചരട് പൊട്ടിയ ഒരു പട്ടത്തിൻ്റെ അവസ്ഥയിലാകും ജീവിതവും എന്നാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു തലമുറയിലെ കുട്ടികൾക്ക് പലപ്പോഴും തോന്നുന്നത് ഒരു ടീച്ചർ ശാസിച്ചാൽ, അല്ലെങ്കിൽ തൻ്റെ പേരൻസ് ശാസിച്ചാൽ, വലിയ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാലെല്ലാം അവർ വളരെ അസ്വസ്ഥരാവുകയാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു അൺനെസസറി കൺട്രോളിംഗ് ആണ്, എന്തിനാണ് ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഈ ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ പൊട്ടിയ പട്ടം പോലെ പോകുമ്പോൾ അത് ജീവിതത്തിലേക്ക് കൂപ്പുകുത്തി നമ്മളിങ്ങനെ പരാജയങ്ങളിലേക്ക് പോകാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. എപ്പോഴും എല്ലാത്തിനും ഒരു ഇന്നർ ഡിസിപ്ലിൻ, ഒരു കൺട്രോൾ, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ പറന്നുയരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് ഉയർന്നു പറക്കുന്ന പട്ടങ്ങളാവട്ടെ, അല്ലാതെ ചരട് പൊട്ടിയ പട്ടങ്ങൾ ആകാതിരിക്കാൻ തീർച്ചയായും ശ്രമിക്കേണ്ടതാണ്.